السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على سيدنا محمد وسلم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. الله رب العزة അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന ജഗന്നിയന്താവായ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ് വിശുദ്ധമായ ഒരു റമദാനിനെ വരവേൽക്കുവാനും സൽക്രമങ്ങൾ കൊണ്ട് അതിൽ സജീവമാകുവാനും അവസരം ലഭിച്ചത്. അക്കാരണത്താൽ മനസ്സ് നിറഞ്ഞ് നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് നൽകിയതിന് നന്ദിയായി ധാരാളം കടമകളും ബാധ്യതകളും നാം പൂർത്തിയാക്കേണ്ടതുണ്ട് സത്യവിശ്വാസികൾ എന്ന നിലക്ക്. അതിൽ പ്രഥമമായ ബാധ്യത ഈ പരമപരിശുദ്ധമായ റമദാനിനെ അങ്ങേയറ്റം ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്. റമദാനിനെ ആദരിക്കുക എന്നാൽ റമദാനിലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചാറ്റുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ മെസ്സേജുകൾ, സമീപനങ്ങൾ, ചിന്തകൾ, ഇടപെടലുകൾ, ക്രയവിക്രയം എന്നുവേണ്ട ജീവിതത്തിൻ്റെ നാനോന്മുഖമായ എല്ലാം റമദാനിൻ്റെ പദവിക്കും ആദരവിനും യോജിക്കുന്ന വിധമാകേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോടുള്ള പെരുമാറ്റവും ഇടപെടലുകളുമെല്ലാം ഹൃദ്യമായിരിക്കണം. സാമൂഹികമായ ഇടപെടലുകൾ ഊഷ്മളമാകണം. ഹൃദ്യവും ഊഷ്മളവുമായ ഇടപെടലുകളും പെരുമാറ്റവുമാണ് ഈ വിശുദ്ധമായ റമദാൻ കൊണ്ട് നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും. നമ്മുടെ ഇടപെടലുകളും പെരുമാറ്റങ്ങളും ഹൃദ്യവും ഊഷ്മളവുമായില്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ, വ്രതത്തിലൂടെ യാതൊരുവിധ പ്രയോജനവും കരസ്ഥമാക്കാൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നാം ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു മെസ്സേജും ഉപദേശവുമാണിത്. പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ വിട പറയാൻ വെമ്പൽ കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗപ്രവേശനം ഉറപ്പിക്കുവാനും നരകമോചനം ഉറപ്പിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ കഅബാലയത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഅബയുടെ കില്ലയിൽ പിടിച്ച് കരയുന്ന ഒരു വ്യക്തിയെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. വളരെ ഹൃദ്യമായ നിലയിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയോട് കാര്യമന്വേഷിച്ചു. ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച് എന്താണ് നിനക്ക് പറയുവാനുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ അതൊന്നും വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കഠിനമായ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളുമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അദ്ദേഹം നടത്താൻ തയ്യാറായത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം വിവരിക്കാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ വല്ലാത്ത ധനികനായിരുന്നു, സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഒരു യാചകൻ എൻ്റെ അടുക്കലേക്ക് വരുന്നത്, ഒരു തീനാളം എൻ്റെ അടുക്കലേക്ക് വരുന്നത് പോലെ ഞാൻ വല്ലാതെ വെറുക്കുകയും അനിഷ്ടപ്പെടുകയും ചെയ്തിരുന്നു.
ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു, നിന്റെ തീ എന്നെ കത്തിക്കാതിരിക്കട്ടെ. അള്ളാഹുവാണ് സത്യം, നീ ഈ കാണുന്ന ഹജറുൽ അസ്വദിന്റെയും ഈ മക്കാമ ഇബ്രാഹിമിന്റെയും ഇടയിൽ 1000 വർഷക്കാലം നമസ്കരിച്ച് നിന്റെ കണ്ണിൽ നിന്നും ഒലിക്കുന്ന ബാഷ്പകണങ്ങൾ കൊണ്ട് നദികൾ പോലെ ഒഴുകിയാലും, അത് വൃക്ഷങ്ങളെ നനച്ചാലും, അങ്ങനെ നീ മരിച്ചാലും നീ തള്ളപ്പെട്ടവനാണ്. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. മാത്രമല്ല, നാശം നിനക്കറിയില്ലേ, ലുബ്ധത, പിശുക്ക്, അത് അവിശ്വാസമാണ്, അത് നരകത്തിലാണ്. ആരെങ്കിലും പിശുക്ക് കാണിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ സ്വന്തം ശരീരത്തിനോടാണ് പിശുക്ക് കാണിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. പിശുക്കിനെ, ലുബ്ധതയെ ആര് സൂക്ഷിക്കുന്നുവോ അവനാണ് പാരത്രികമായ ലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർത്ഥശങ്കയ്ക്കിടയല്ലാത്ത വിധം ഓർമ്മപ്പെടുത്തുന്നത് കാണാം. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മ്ലേച്ഛമായ ഈ ലുബ്ധത, ഈ പിശുക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവനുണ്ടായിത്തീരുന്ന 7 ദുരിതങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ആദ്യമായി, പ്രഥമമായി മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്ത് അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്ന സാഹചര്യമുണ്ടാകും ലുബ്ധതയും പിശുക്കും കാണിച്ചാൽ. രണ്ടാമത് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു അവന്റെ സമ്പത്തിന്റെ മേൽ ഒരു അക്രമിയെ അധികാരപ്പെടുത്തും, അവനത് ഉപകാരപ്പെടാത്ത വിധത്തിൽ. മൂന്നാമത് ഓർമ്മപ്പെടുത്തുന്നത് കാണാം, സമ്പത്ത് നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഹോബികൾ അവന്റെ ജീവിതത്തിൽ നിത്യമായി കൊടുക്കും. നാലാമത് ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തോന്നുകയും അങ്ങനെ സമ്പത്ത് അതിൽ പാഴാക്കുകയും ചെയ്യും. അഞ്ചാമത് ഓർമ്മപ്പെടുത്തുന്നു, തീപിടുത്തം, പ്രളയം, മോഷണം പോലെയുള്ള ദുരന്തങ്ങളിൽപ്പെട്ട് അവന്റെ സമ്പത്ത് നശിച്ചു പോകുന്നതാണ്. ആറാമത് ഓർമ്മപ്പെടുത്തുന്നു, നിത്യരോഗിയായി ജീവിതം തള്ളി നീക്കേണ്ടി വരും, ചികിത്സയ്ക്കും മരുന്നിനും വേണ്ടിയിട്ട് അവന്റെ സമ്പത്ത് അങ്ങനെ നശിപ്പിക്കപ്പെടും. ഏഴാമത് ഓർമ്മപ്പെടുത്തുന്നു, അകാല മരണം അവന്റെ ജീവിതത്തിലേക്ക് സമ്മാനമായി കടന്നു വരും. സമ്പത്ത് നശിപ്പിക്കുന്ന അതിൻ്റെ അനന്തരാവകാശികളുടെ കരങ്ങളിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ ഒരു സാരോപദേശവും ഇവിടെ നാം ചേർത്ത് മനസ്സിലാക്കൽ ഏറ്റവും പ്രസക്തമാണ്. സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ സംരക്ഷിക്കുക, സദഖ കൊണ്ട് നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കുക, പ്രാർത്ഥന കൊണ്ട് പ്രയാസങ്ങളെ നിങ്ങൾ നേരിടുക. എത്ര ഹൃദ്യമായാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമ്പത്തികമായ മേഖലയിൽ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ ക്രിയാത്മകമായി ഇടപെടണം എന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പരമപരിശുദ്ധമായ റമദാൻ അവസാന രാപകലുകൾ സൽക്രമങ്ങളെ കൊണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട്, എഴുത്തുകാഫുകൾ കൊണ്ട് സജീവമാക്കാൻ, ജീവസുറ്റതാക്കാൻ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബക്കാരെ, അനുചരരെ അതിൽ പങ്കാളികളാക്കുന്നതിൽ വലിയ താല്പര്യവും ശ്രദ്ധയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുലർത്തിയിരുന്നു എന്ന് പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് സുവ്യക്തമാണ്. മാത്രമല്ല, ആകാശ ലോകത്ത് നിന്ന് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകളുടെ വലിയ സംഘങ്ങൾ കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് 1000 മാസത്തേക്കാൾ പവിത്രതയും ശ്രേഷ്ഠതയും നിറഞ്ഞ ലൈലത്തുൽ ഖദർ ഇറങ്ങി വരുന്നത് സത്യവിശ്വാസികളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കാണുന്നതിന് വേണ്ടിയും, മുഅ്മിനീങ്ങൾ നരകത്തെയോർത്ത് ഭയപ്പെട്ട് കരയുന്ന കണ്ണുനീർ കാണുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ സമയങ്ങളിൽ സാക്ഷികളാകാൻ, മലക്കുകളുടെ മുസാഫഹത്തിലൂടെ ആത്മസായുജ്യമണയാൻ, പരിശുദ്ധമായ റമദാനിന്റെ രാപകലുകളിലൂടെ നാം ഉണ്ടാക്കിയെടുത്ത ആത്മീയ ചൈതന്യം ലവലേശം ചോർന്നു പോകാതെ ശിഷ്ടകാല ജീവിതത്തിന്റെ വഴിത്താരയിൽ പ്രകാശ ബിന്ദുവായി നിലനിർത്താൻ കാരുണ്യവാനും ദയാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന ഉത്കടമായ പ്രാർത്ഥനയോടുകൂടി, ഈ വിലയേറിയ പ്രാർത്ഥനകളോടുകൂടി വാക്കുകൾക്ക് നാം വിരാമം കുറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.